ഇത്രയും ഗതികെട്ട ഒരു ക്യാപ്റ്റൻ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായി കാണില്ല. ആദ്യം ബിഗ് ബോസ് റൂമില്ല എന്ന് പറയുന്നു. ഇപ്പൊ സ്വന്തം ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്ത പവർ ടീം തന്നെ സംസാരിക്കാൻ സ്പേസ് കൊടുക്കാതെ തഴഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തൊരു ഗതികേടാണ്. ആലോചിക്കാൻ കൂടി വയ്യ. അപ്സര ആരാണ്, എന്താണ്, ഏത് രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ് എന്ന് ജാസ്മിൻ ഇപ്പോഴാണ് മനസ്സിലായത്. ടു ലേറ്റ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അർജുനെ കൂട്ടുപിടിച്ച് ഗബ്രിയെ വരെ സൈഡാക്കിയ ആളാണ് അപ്സര. കാര്യം എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. ഋഷിയും സിബിനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. ഇപ്പം ജാസ്മിൻ ഒരു ക്യാപ്റ്റനായിട്ടിരിക്കെ തന്നെ സിബിന്റെ കയ്യിൽ നിന്നും ഒരു അവഗണന നേരിടുന്നു. അവഗണന നമ്പർ 1, ജാസ്മിൻ എനിക്ക് വേണ്ടി സംസാരിക്കണ്ട എന്ന് പറയുന്നു. ജാസ്മിൻ മുന്നോട്ട് വന്ന് നിന്നപ്പോഴത്തേക്കും ജാസ്മിനെതിരാണ് ഇവിടെ ഉള്ളവര് മിക്കരും. അപ്പൊ എനിക്ക് വേണ്ടി സംസാരിച്ചാൽ അവർ എനിക്കും എതിരാവും എന്ന് പറയുന്നു. അത് പ്രേക്ഷകരെയും കൂടി ഉദ്ദേശിച്ചാണ് സിബിൻ അത് പറഞ്ഞത്. അത് ആദ്യത്തെ ഇൻസൾട്ട്. രണ്ടാമത്തെ ഇൻസൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പവർ ടീം വകയാണ് ഈ ഒരു ഇൻസൾട്ട് നേരിട്ടത്. ജാസ്മിൻ പവർ ടീമിൽ കയറ്റിയ അപ്സര ജാസ്മിന് സംസാരിക്കാൻ സ്പേസ് കൊടുക്കുന്നില്ല. ജാസ്മിൻ മുന്നോട്ട് വന്ന് നിന്നപ്പോ നമ്മുടെ അർജുനും അപ്സരയുടെ ഭാഗത്താണ്. ശരിക്കും കുന്തം വിഴുങ്ങി നിൽക്കുക തന്നെയായിരുന്നു അർജുൻ ഒന്നും മിണ്ടുന്നില്ല. ഗബ്രിയും പറയുന്നു കാര്യങ്ങളെ വഷളാക്കല്ലേ, അവർ രണ്ടുപേരും സംസാരിക്കട്ടെ എന്ന്. അപ്പൊ ഗബ്രിയും കൂടി ഇങ്ങനെ പറഞ്ഞതോടെ ജാസ്മിൻ ആകെ തകർന്നു പോകുന്നുണ്ട്, ഹൃദയം പൊട്ടുന്നുണ്ട്. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ആ പാട്ടും BGM ഒക്കെ ഇട്ടുകൊടുത്ത് ജാസ്മിനെ എഡിറ്റ് ചെയ്യും മിക്കവാറും എഡിറ്റർമാര് പിള്ളേരെല്ലാരും. അമ്മാതിരി ഗതികെട്ട ഒരു ക്യാപ്റ്റനാണ് ജാസ്മിൻ, പറയാതെ വയ്യ. ഒരു ക്യാപ്റ്റനും ഇമ്മാതിരി ഗതികേട് അനുഭവിച്ചിട്ടുണ്ടാവില്ല ഒരു സീസണിലും. ശരിക്കും ഈ ഡ്രാമയൊക്കെ കണ്ടിട്ട് എനിക്ക് ചിരിയാണ് കേട്ടോ വന്നത്. പ്രത്യേകിച്ച് ജാസ്മിനെ നേരിടുന്ന അവഗണനയൊക്കെ കണ്ടിട്ട് ആകെ തളർന്നിരിക്കുകയാണ് ഇപ്പൊ പുള്ളിക്കാരി. ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തിനാണ് എന്നെ ഇങ്ങനെ സൈഡാക്കുന്നത് എല്ലാരും കൂടി, എന്തിനാണ് എന്നെ ഇങ്ങനെ ഇത് ചെയ്യുന്നത്, ഇൻസൾട്ട് ചെയ്യുന്നത്, എന്തിനാണ് എന്നെ തഴയുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകെ കരഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജാസ്മിൻ. ശരിക്കും വിഷമം തോന്നുന്നുണ്ട് ജാസ്മിന്റെ അവസ്ഥ കണ്ടിട്ട്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.